തദരെ ദരെ ദാനി തദരെ 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 താ മദന മനമോഹിനി നീയാരലേ കണ്ട് മനമോഹക മയാകളേ ഗസ്റ്റ് ഹൗസ് തന്നെ മതിയെന്ന് ധ്രുവ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഏതായാലും ഫുഡൊന്നും നിങ്ങൾ ഉണ്ടാക്കാൻ പോകണില്ലല്ലോ, അപ്പം വൈകിട്ട് ഏതായാലും അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വാ കേട്ടോ. ധ്രുവ ഇന്നാക്കി. ശരി അങ്കിൾ, നൈറ്റ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം. ഇന്ന് ഏതായാലും കാലാവസ്ഥ കണ്ടിട്ട് എന്തോ പോലെ. നോക്കട്ടെ, ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താം. ഏതായാലും ഞങ്ങളൊന്ന് കയറി ഫ്രഷ് ആവട്ടെ ചെന്ന്. എന്നാൽ ശരിയെന്നാ, നിങ്ങൾ പോയി ഫ്രഷ് ആവുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി കേട്ടോ, അത് ചെയ്തു തരാം. ബുദ്ധിമുട്ടോ? ഞങ്ങളത് ചെയ്തു ധാരാളം താങ്ക്സ് അങ്കിൾ. നമുക്ക് എന്തായാലും ഇനി പ്രത്യേകിച്ച് പരിപാടി ഇവിടെ ഇല്ല. ഇനി മനു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കോളേജിൻ്റെ ഒക്കെ നാളെ പോകാനുള്ളതല്ലേ, നാളെ തന്നെ പോയി ജോയിൻ ചെയ്യാം നമുക്ക്. ഇനി ഏതായാലും പോയി ഫ്രഷ് ആയിട്ട് വാ. എപ്പോ നോക്കിയാലും ഒരു മനു പൂരാണോ ഇവന് നിർത്തറയില്. എൻ്റെ ഈശ്വര, ഈ അമേരിക്കൻ പ്രേതം ആ കൊച്ചിനെ ഇപ്പോഴും കാണല്ലേ. യാദവേ, എന്തിനാ നീ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നേ? എന്ത് കണ്ടിട്ടാ? ഒന്ന് മാറിക്ക് നോക്കട്ടെ ഞാനൊന്ന്. എനിക്ക് തോന്നുന്നത് അതാ മനയിലെ കുട്ടിയായിരിക്കും. ഇതിൽ കൂടെ വന്ന സമയത്ത് വല്ലതും പോയതായിരിക്കും. അല്ല, ഈ കാറ്റത്തും മഴയത്തും ഈ പെണ്ണിത് എവിടെ പോയതാ? അല്ലടാ, നീ അവിടെ മുഖം കണ്ടായിരുന്നോ? അത് പിന്നെ മുഖം ഒന്നും കാണാൻ പറ്റില്ലടാ, ഞാൻ മുഖം കണ്ടോണ്ട് അവള് തിരിഞ്ഞൊറ്റ ഓട്ടം. ആരായിരിക്കും? ഏതായാലും നാളെ കാലത്തെ കാണാമല്ലോ. രക്ഷപ്പെട്ട്. ഏതായാലും അവൻ കണ്ടില്ല. സാരമില്ലടാ, അതില്ലാത്ത കൊച്ചായിരിക്കും. ഏതായാലും നമുക്ക് രാവിലെ കാണാം. നീ ഇപ്പൊ വന്നേയല്ലേ, പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാ, ചെല്ല്. അയ്യോ കണ്ണു, എന്നെ ഒപ്പിച്ചിട്ടുള്ള വരവ കണ്ടാലേ അറിയാം. ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്റെ മോള് എവിടെ പോയിട്ട് വരുന്ന വരിക? അത് പിന്നെ മാങ്ങ വിൽക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിൽ ഇവിടോട്ട് പോയതാ. അപ്പൊ അവിടെ 2 ചെക്കന്മാർ നിൽക്കണുണ്ട്. ആരാന്നറിയാൻ കൊണ്ട് ഞാൻ നോക്കിയതാ. അപ്പം അതിലൊരുത്തിന് എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങി ഓടിപ്പോയതാ കല്ലു. അല്ലാണ്ട് വേറെ ഒന്നുമില്ലടി സത്യമായിട്ടും. ഈയിടെയായിട്ട് നീക്ക് ഇച്ചിരി മാങ്ങാത്തേറ്റ് കൂടുതലാ. എനിക്ക് നിന്ന് ബലമായ സംശയമുണ്ട്. ഇനി നിനക്ക് വല്ല ഗർഭങ്ങളും സത്യം പറയടി. മഹാഭാവി ഗർഭമോ? കുറിപ്പ് അനാവശ്യം പറഞ്ഞ തലയെ നിലപ്പിടിക്കും. ഈ ഇരിക്കുന്നതിലുള്ള മാങ്ങയാണ് സത്യം. ഇനി ഗർഭമോ മറ്റൊന്നുമില്ല. വെറുതെ മനുഷ്യനെ വെളി തെറ്റിക്കാനായിട്ട് അവിടെ ഒരു സംശയം. ശരി, നിനക്ക് ഗർഭമില്ല, സമ്മതിച്ചാന്നിരിക്കുന്നു. പകരം നിന്റെ കയ്യിലുള്ള മാങ്ങ എനിക്കും കൂടെ ഷെയർ ചെയ്ത് തന്ന് നീ അവന്മാരെ കാണാൻ പോയ കാര്യം ഞാൻ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞു കൊടുക്കില്ല. മാങ്ങ തരുന്നോ അത് ഞാനിപ്പം പോയി അമ്മയോടും ചേച്ചിയോടും പറഞ്ഞു കൊടുക്കണോ? എന്താണെന്ന് നിനക്ക് തീരുമാനിക്കാം. മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടെ എന്താണ് ചെയ്യണേ? ഒരു കള്ളത്തരം ഉണ്ടല്ലോ മുഖത്ത്. രണ്ടിന്റെ മുഖം കണ്ടാൽ അറിയാം എന്നോ കുരുത്തക്കേടെ ഒപ്പിച്ചിട്ട് നിൽക്കുവാണ്. എന്നാ കല്ലു പാറു, എന്നാ പറയേ? ചേച്ചിക്ക് വെറുതെ തോന്നിയ അല്ലേടി പാറു? അതെ അതെ, ചേച്ചിക്ക് വെറുതെ തോന്നിയ അല്ലല്ലോ. ശരി ശരി, വിശ്വസിച്ചു. പിന്നെ കല്ലു, വൈകിട്ട് നീ കാവിലൊന്ന് പോയി വിളക്ക് കത്തിക്കണം കേട്ടോ. പിന്നെ പാറു, ആ മാങ്ങ ഒളിപ്പിച്ച് വെക്കണ്ട, ഞാൻ കണ്ടു കേട്ടോ. മാങ്ങയോ? മാങ്ങ തന്നെ. എന്താ ഇന്നലെ കേട്ടിട്ടില്ലേ മാങ്ങയെന്ന്? ചേച്ചി കണ്ടല്ലേ? പിന്നല്ലാതെ ഞാൻ നല്ല വിശദമായി കണ്ടിട്ടുണ്ട്. മാങ്ങ പറിക്കുന്നതും അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതും ഇവിടെ വന്ന് കല്ല് പോയിട്ടുള്ള തർക്കവും എല്ലാം ഞാൻ കണ്ടു. ഇനി അതിൻ്റെ പേരിൽ അധികം ചമ്മലൊന്നും വേണ്ട. വന്നിരിക്കുന്ന ഒരാൾ നിൻ്റെ കോളേജിൽ മാഷ. മനുവേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ 2 പേര് വരുമെന്ന്? അവരത്. പിന്നെ കല്ലു, ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇരുട്ടുന്നതിന് മുന്നേ മോള് പോയി വിളക്ക് കൊളുത്തിട്ട് വാ. ശരി വിനീജി, ഞാൻ പോയിച്ചും വരാം. പാറു, ഞാൻ വരുന്നത് വരെ ആ മാങ്ങ എടുക്കരുത്, ഞാൻ വന്നിട്ട് എടുക്കാവുള്ളൂ കേട്ടല്ലോ.
കളിക്കുമായിരുന്നോ? എന്നോട് ക്ഷമിക്കുക കേട്ടോ, ഞാൻ കുറച്ച് വൈകിപ്പോയി. അതിങ്ങനെ ആ മഴയൊന്ന് തോരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. നാളത്തേട്ട് നേരത്തെ ഞാൻ വരാം കേട്ടോ. ഇതെന്താ എനിക്ക് പറ്റിയ ആകപ്പാട് തളർച്ച പോലെ? എന്തായി സംഭവിക്കണം? മഹാദേവ, ആരാ നീ? ദേവന് തന്റെ പ്രിയസഖിയെ അങ്ങനെ മറക്കാൻ കഴിയുമോ? എന്താ പറഞ്ഞേ? ആരാ നീ? എനിക്ക് തന്നെ സംഭവിക്കുന്നു. ശരീരമാകപ്പാട് വലിഞ്ഞു മുറുകുന്ന പോലെ. പ്ലീസ്, അത് ഇവിടെ ഇതിപ്പോ എത്രാമത്തെ തവണയാ? മനുവനല്ലേ എനിക്കണേ? ഇതെന്താ പറ്റിയേ? സുഖമില്ലേ? നോക്കാൻ പോയി. മനുവേട്ടാ, എന്താ പറ്റി? കല്ലു, ഒന്നുമില്ല മനുവേട്ടാ, പേടിക്കല്ലേ. നമുക്ക് വേഗം വീട്ടിൽ പോവാം കേട്ടോ. പേടിക്കണ്ട കേട്ടോ, ഒന്നുമില്ല. കല്ലു, നീ വീട്ടിൽ പൊക്കോ. ഇനി ഞാൻ തന്നെ പൊക്കോളാം. അന്ന് സാരമില്ല മനുവേട്ടാ, ഞാൻ വീട്ടിലാക്കിയിട്ട് പോവാം. വയ്യാണ്ട് ഒറ്റയ്ക്ക് നടന്നു പോകണ്ടേ? വേണ്ട, വാ, ഞാൻ കൊണ്ടാക്കാം. എനിക്ക് നിന്റെ സഹായം വേണ്ട. നിന്നോട് അകത്ത് കയറി പോകാനല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സഹായിക്കുന്നത് എന്നെ വേണം തന്നതിന് കാലപാട്. നിനക്ക് ഇതുവരെ അകത്ത് കയറാൻ സമയമില്ല കല്ലു. ഞാൻ പോയി മനുവേട്ടാ. ഈ മനുഷ്യനെ കൊണ്ട് യാദവേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോ, നീ അങ്ങ് വന്നേക്കണേ. അമ്മേ, ഞാൻ പോവാ. ദൈവമേ, ഈ പെണ്ണ് എവിടുത്തെ കെട്ടിയെടുത്ത്? മഹാദേവ, എന്റെ അസൈൻമെന്റ് പേപ്പറുകളെല്ലാം ചേട്ടാ മത്തങ്ങ തന്നെയാ. മത്തങ്ങ പോലെ രണ്ട് ഉണ്ട കണ്ണുകളുള്ളടവേ. അത് ദൈവം തന്നിരിക്കുന്നതേ പരിപാടിക്ക് നോക്കിയും കണ്ട് നടക്കാൻ, അല്ലാതെ വഴിയെ പോകുന്ന വെമ്പിളാരെ പിടിച്ചിട്ടിട്ട് പോകാനല്ല. എന്റെ അസൈൻമെന്റ് എല്ലാം പോയി. ഇവനെ ഞാൻ അയ്യടി കുട്ടിപ്പിശാശേ, ഈ പറയുന്ന രണ്ട് ഉണ്ടക്കാണ് നിനക്കും ഉണ്ടല്ലോ. നിനക്കെന്താടി നേരം നോക്കി നടന്നാലും മര്യാദയ്ക്ക് നടക്കുന്ന ആമ്പിളാരെ പിടിച്ചിട്ടിട്ടും പോരാ. അവള് പ്രസംഗിക്കുന്നുണ്ടല്ലോ. നിന്റെ അസൈൻമെന്റ് ആണ് കിടക്കുന്നേ, കണക്കായിപ്പോയി. കാടക്കോഴിയുടെ സൈസും വെച്ച് ഇറങ്ങിയേക്കും അവള്, ബാക്കിയുള്ളവൻ്റെ സമയം കളയാനായിട്ട്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് നീ എന്നെ അങ്ങനെ വിളിക്കണേ? ചപ്രാത്തല, മത്തങ്ങ, മാടി, മത്തങ്ങ തല. മാനി മര്യാദയ്ക്ക് നടന്ന് എന്നെ വിളിച്ചിട്ടും പോരാ, അവൻ ഇരുന്ന് ന്യായം പറയുന്നു. അയ്യടി മനമേ, വന്ന് കയറി വന്ന് എന്നെ ഇടിച്ചിട്ടിട്ടും പോരാ. അവള് കൊള്ളി കാടത്തലച്ചി, കാടക്കോഴി. അവള് വലിയ മാന്യത. ഇതാണോടി നിന്റെ മാന്യത? നിന്റെ രണ്ട് ഉണ്ട കണ്ണില്ലേ? നിനക്ക് മര്യാദയ്ക്ക് നേരെ നോക്കി നടന്നാലെന്തായിരുന്നു? വന്ന് ഇടിച്ചിട്ടിട്ടും പോരാ. അവള് മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തിട്ട് ഒന്ന് പോവേണ്ട ഇറങ്ങി. ഇന്നത്തെ ദിവസം പോയി. താൻ പോടും മത്തങ്ങ തലയാ. ഞാൻ നിന്നെ കണ്ടോന്ന് ഞാൻ. അഴുക്ക് ചെക്കൻ, ഇനി ആരോടെ ഈ അടിച്ചുണ്ടാക്കാൻ പോകുന്ന രാവിലെ തന്നെ? മനുഷ്യന്റെ ദിവസം പോയി. അയ്യോ അമ്മേ, ഇതാരാ? പ്രേതം മണ്ണാമട്ട. എടാ മാറി, ഇത് ഞാനാ. എന്റെ മഹാദേവ, നീ എന്തിനാണ് എന്നോട് ചതി? ഈ അമേരിക്കൻ പ്രേതത്തിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, എന്റെ ദിവസം പോയേ. ഇന്ന കാടത്തലജി ഒന്നും കളഞ്ഞ് നേടിപ്പോ ഈ അമേരിക്കൻ പ്രേതവും എന്നെ കൊണ്ടങ്ങും മേല. അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. ആരോ പറഞ്ഞോ ഞാൻ കണ്ടതുരാക്കരമാണെന്നാരോ പറഞ്ഞു. അങ്ങനെ കാത്തിരുന്നു. നമ്മളിതാ കോളേജിലെത്തി. ബാ, ഇനി നമുക്ക് ഇവിടുത്തെ പ്രിൻസിനെയും കൂടെ കണ്ടിട്ട് അകത്ത് കയറാം. ഇതാണ് കോളേജ്.
എടാ നമുക്ക് സ്ഥലമൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ഇത് തന്നെയല്ലേ രവിവർമ്മ ആർട്സ് കോളേജ്? എടാ ഒന്ന് ശരിക്കും നോക്കിയേ, ശരിക്കും അന്വേഷിച്ചേ, ഇനി ഇത് തന്നെയാണോ? എനിക്കൊന്നും പറ്റില്ല ഇവിടെ. എടാ മാങ്ങാണ്ടി തലയാ, നീ ആ ഗേറ്റ് കടന്നല്ലേടാ ഇങ്ങോട്ട് കയറി വന്നേ. അതിൻ്റെ ഫ്രണ്ട് വെണ്ടയ്ക്ക് അക്ഷരത്തിലല്ലേടാ രാജ രവിവർമ്മ കോളേജ് എന്ന് എഴുതിയിട്ടേക്കണത്. പിന്നെ ഇത് നിൻ്റെ അമേരിക്കയല്ല, കേരളമാണ്. ഇവിടുത്തെ കോളേജൊക്കെ നീ ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ആ മനുവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ബാക്കിയുള്ള കാര്യമൊക്കെ ഒന്ന് എളുപ്പമായേനെ. നീ അന്വേഷിക്കുന്ന സാധനം ദോ ആ വരുന്നതാണോ? എടാ ധ്രുവേ, നീ ആകെപ്പാടെ തടിച്ചു പോയിട്ടല്ലോടാ. ഇതാണോ നീ പറഞ്ഞ പുതിയ മാഷ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞേ? കുറച്ച് തിരക്കായി പോയടാ. അല്ല എനിക്ക് ഇന്നലെ നമുക്ക് കാണാമായിരുന്നു. എങ്ങനെ ഞാൻ മനു ആദ്യം എല്ലാരും മനു വിളിക്കും. നെക്സ്റ്റ് മീറ്റ് യു മനു. യാദവ് കൗശിക്. നിങ്ങൾ രണ്ടുപേരും എന്നാ പ്രിൻസിപ്പലിന്റെ നേരെ ക്ലാസ്സിൽ കഴിക്കോ? ഇവിടുന്ന് സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിട്ട് നേരെ ലെഫ്റ്റിക്ക് പോയാൽ മതി. അവിടെ ഓഫീസ്. അപ്പൊ ശരിയാണ്, നമുക്ക് വൈകിട്ട് കാണാം. സാർ, മേ ഐ കം ഇൻ? எடுத்து உடுத்திக்கலாமா, உதட்டி மேலே படுத்துக்கலாமா, ആ മക്കളെ, നിങ്ങൾ വന്നോ? ഇതാ മനു ഇപ്പം പറഞ്ഞിട്ട് പോയുള്ളൂ നിങ്ങൾ രാവിലെ എത്തും ജോയിൻ ചെയ്യാനായിട്ടെന്ന്. ഏതായാലും കയറി വാ. ഇത് ശരിക്കും സർപ്രൈസ് ആയി പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവനും എന്നോടൊന്നും പറഞ്ഞില്ല. നീ അല്ല, ശരിക്കും ഞാനാണ് സർപ്രൈസ് ആയത്. മനു ഇവിടെ ഒരു മാഷി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് നീ ആയിരിക്കുമെന്ന്. പക്ഷെ നീ എന്നെ വളരെ ഞെട്ടിച്ചു കളഞ്ഞു. നീ എവിടെ നിന്നാവനാ? നീ വീണ്ടും പഠിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എന്നാണ് കുട്ടി ഇത്? നിനക്കൊരു ജോലി കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. യാദവ് നോക്കുവാണെങ്കിൽ നിന്നേക്ക് 2 വയസ്സിന് ഇളയതാ. എന്നിട്ട് അവൻ നീ ജോലിക്ക് കയറി. നീ ഇപ്പോഴും പഠിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. ഇനി എന്നാ നിനക്ക് ഇതൊക്കെ ഒന്ന് മാറുക? എത്ര പഠിച്ചാലും നിനക്ക് മതിയാവില്ലേ? എനിക്ക് സങ്കടം തോന്നുന്നു കുട്ടിയെ. ഞാനൊന്നും ഇത്രയൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. നീ മതി പഠിച്ച്. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ജോലി ശരിയാക്കി തരാം. എന്തിനാണ് വെറുതെ കഷ്ടപ്പെടാൻ പോണേ? എന്റെ പൊന്നങ്ങളെ, അവനോട് വെറുതെ വായിട്ട് അലയ്ക്കാന്നല്ലാണ്ട് നമ്മുടെ സമയം പോകുന്നല്ല, വേറെ കാര്യമൊന്നുമില്ല. ഈ പട്ടിയുടെ വായിൽ കുഴലിട്ടത് നിവരില്ല എന്നൊരു ചൊല്ലില്ലേ? എന്ന് പറഞ്ഞ പോലെ ആ പുസ്തകപ്പുഴുവിനും പുസ്തകം തന്നെയും മതിയായില്ല. അവൻ ഇനിയും പഠിക്കണം. ഞാൻ കുറെ വട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൂടെ അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു. എവിടെ അവന്റെ തലരീവ കാര്യങ്ങളൊന്നും കേറില്ല. അവൻ പറയണ അവൻ ഇനിയും പഠിക്കണമെന്ന്. എനിക്ക് പഠിപ്പ് മതിയായിട്ടാണ് ഞാൻ ജോലിക്ക് കയറി. ഇനിയും പഠിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ കയറി. എന്നാൽ അവനെ ഉപദേശിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവൻ എന്നോട് പറയുന്നത് പഠിക്കുന്ന. എന്നല്ല നമ്മൾ അവനെ ഉപദേശിക്കാതിരിക്കുന്നില്ലേ? നിങ്ങളുടെ സമയം വെറുതെ പോകുന്നല്ലാണ്ട് വേറെ നേട്ടമൊന്നുമില്ലെങ്കിലേ അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. വെറുതെ വിട്ടാരെ. ഓ, ഈ അമേരിക്കൻ പിശാചിനെ കൊണ്ട് തോറ്റു. അങ്കിള് തന്നെ പറ, പഠിക്കുന്ന അത്ര വലിയ മോശമാ? നമുക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. പഠിക്കുന്നതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിണ്ടോ അല്ലെങ്കിൽ അങ്ങള് കേട്ടിട്ടുണ്ടോ? പറയൂ. അല്ല, ഇവിടെ ഞാൻ ഇപ്പൊ പഠിക്കുന്നതാണോ കുഴപ്പം? ചേട്ടാ, എത്രയോ പേര് പഠിക്കാനൊരു അവസരം കാത്തു നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മനസ്സായിരിക്കുമല്ലോ എനിക്ക് പഠിച്ചൂടെ? പറയൂ. പഠിക്കുന്ന ഒരു തെറ്റാണോ? പറയൂ. ഓ, നിന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ല. നീ വേഗം ക്ലാസ്സിൽ പോയിക്കോ, അതാണ് നല്ലത്. ഇവിടെ നിന്ന എന്റെ കൈ കിട്ടുന്ന എടുത്തും തലയിൽ പൊട്ടിക്കും. എന്നുള്ളത് നീ വേഗം ക്ലാസ്സിൽ കയറി പോന്നേ. ഇവിടുന്ന് സ്റ്റെയർ കയറി മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് തേർഡ് ഫ്ലോറിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെല്ലുമ്പോൾ 2ാമത്തെ ക്ലാസ് ആണ് തേർഡ് ഇയർസിന്റെ. അപ്പൊ ഓക്കെ, നീ വേഗം ക്ലാസ്സിൽ കയറി പോയിരുന്ന് പഠിച്ചു കേട്ടോ. ഈ തല പുറത്തൊന്നും കാണിച്ചേക്കരുതേ, വെയിൽ കൊള്ളിക്കരുത്. മോനെ, രജിസ്ട്രി സൈൻ ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിക്കോ. പിന്നെ ഒരു കാര്യം, ഈ നമുക്കിടയിൽ ഈ സാറ് വിളി അതൊന്നും വേണ്ട കേട്ടോ. എൻ്റെ മനു എങ്ങനെയാണോ എനിക്ക് അതുപോലെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ സാറ് വിളി ഇവിടെ കണ്ടേക്കരുത്. ഞാനെന്നാ ക്ലാസ്സിലേക്ക് അടുത്ത ഇന്റർവ്യൂവിന് വരാം. എടേ, സത്യസാറിന് പകരം പുതിയൊരാൾ നമ്മളെ പഠിപ്പിക്കാൻ വന്നു. കാണാൻ കൊള്ളാടി, എന്നാ ലുക്ക മനുഷ്യനെ കാണാന്. നീ ശരിക്കും കണ്ടോ? അപ്പൊ ഇനി ചുമ്മാ പറയുവാണോ? ആടി, ഞാൻ ശരിക്കും കണ്ടു. ഇതാ ഇപ്പൊ സ്റ്റാഫ് റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് പോയി നോക്കിയേച്ച് വരാം. വല്ല കിഴവന്മാരും ആണെങ്കിൽ നീ എന്നെ ഇന്ന് വാങ്ങിക്കും കേട്ടല്ല.
ദേവി ഇങ്ങനെയൊക്കെ പെട്ടെന്നുള്ള അൽഷിമേഴ്സ് രോഗം വന്ന് എന്നെ മറന്നു പോണേ. ആരാ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കില്ല? അത് കയറി വന്നേ. ഇയാൾ ക്ലാസ് ഉണ്ടോന്ന് അറിയാനായിട്ട് വന്നയാ. ശക്തി സാറിന്റെ ആരായിരുന്നു? സാറ് ഇവിടെ ട്രാൻസ്ഫർ ആയിപ്പോയി, പിന്നെ പകരം ആരും വന്നില്ല. അപ്പൊ ഒന്ന് തിരക്കാൻ വേണ്ടി വന്നയാ. ഈ അവരെന്തായാലും ഫ്രീ അല്ല. താൻ ക്ലാസ്സിൽ പോയിക്കും, ഞാൻ ഏതായാലും ക്ലാസ്സിലേക്ക് വരുവാ. ചേട്ടാ മത്തങ്ങത്തല നീ നീ പോയി കാടപ്പോയി.